സംസ്ഥാനത്ത് 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ശക്തമായ മഴ തുടർന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 ജില്ലകളിലും അവിടെ എങ്ങനെയാണ് സാഹചര്യം? പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും അതിശക്തമായ മഴ തുടരുന്നൊരു പശ്ചാത്തലമുണ്ടോ? സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 4 ദിവസവും മഴ മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെ കരുതണം ജനങ്ങൾ? ഹരി, തീർച്ചയായും കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും ഇന്നലെ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഈ മഴ, ശക്തമായ മഴ ആരംഭിച്ചത്. ഇപ്പോഴും അതേപോലെ തുടർന്നു. ഏതായാലും ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അലർട്ടിൽ മാറ്റമുണ്ടായേക്കാം, റെഡ് അലർട്ട് മാറിയേക്കാം. അതുപോലെ തന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്നലെ മുതൽ തന്നെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ കാസർഗോഡ് ബേക്കൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഏതായാലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ കാലവർഷത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഇത്രത്തോളം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും കണ്ണൂരിലായാലും കാസർഗോഡിലായാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിന് പതിവ് പോലെ തന്നെ ഇവിടെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിലാണ് വലിയ ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും കടൽഭിത്തി ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലാക്രമണ ഭീഷണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആരെയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊന്നും മാറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ മഴ ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ആശങ്കയുണ്ടാക്കും. ഏതായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പും. ഹരി, ശരി, വ്യക്തമാണ്. ബൈജുവാണ് സംശയം നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.